നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്രിസ്മസ് പുതുവത്സര അവധി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നാട്ടിലേക്കുള്ള മലയാളികളുടെ യാത്ര പ്രതിസന്ധിയിൽ. NA സുലൈമാന്റെ ഓർമ്മകളുടെ നിറവിൽ ആസിം വെളിമണ്ണയ്ക്ക് പുരസ്കാരം സമ്മാനിച്ചു. ഏവരും ഒത്തുകൂടിയ ചടങ്ങ് പ്രിയപ്പെട്ടവനുള്ള കാസർഗോഡിന്റെ സ്മരണാഞ്ജലിയായി മാറി. കാസർകോട്ടെ കുപ്രസിദ്ധ മോഷ്ടാവ് മീശ റൌഫ് പോലീസ് പിടിയിൽ. മോഷണ മുതലായ ബൈക്കുമായി മൊഗ്രലിലെ ക്വാർട്ടേഴ്സിൽ നിന്നുമാണ് റൌഫ് പിടിയിലായത്. അഗ്രികൾച്ചറൽ അസിസ്റ്റൻസ് അസോസിയേഷൻ കേരള ജില്ലാ സമ്മേളനം കാസർകോട്ട് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് നിഷാദ് PM ഉദ്ഘാടനം ചെയ്തു. ഷിറിയയിൽ മേൽപ്പാലം വേണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമാകുന്നു. ഗ്രാമീണ പ്രതിഷേധ യാത്ര നടത്തി. കാസർകോട്ട് 59ാം അയ്യപ്പൻ തിരുവിളക്കുത്സവം ഡിസംബർ 11 മുതൽ 15 വരെ നടക്കും. ശിലാമയ പാണിപീഠവും നൂതന വെള്ളി ഛായാചിത്രം പ്രതിഷ്ഠയും നടക്കും. വാർത്തകൾ വിശദമായി. ക്രിസ്മസ് പുതുവത്സര അവധിക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നാട്ടിലേക്കുള്ള മലയാളികളുടെ യാത്ര പ്രതിസന്ധിയിൽ. കേരളത്തിലേക്കുള്ള ഒട്ടുമിക്ക ട്രെയിനുകളുടെയും ടിക്കറ്റുകളെല്ലാം ഇതിനോടകം തന്നെ തീർന്നിരിക്കുകയാണ്. അവധിക്കാല സീസണായതിനാൽ ബസ് നിരക്കുകളും കുത്തനെ കൂടിയിട്ടുണ്ട്. ഭീമമായ സാമ്പത്തിക ചെലവ് വരുന്നതിനാൽ പലരും യാത്ര തന്നെ ഉപേക്ഷിക്കുവാനുള്ള ഒരുക്കത്തിലാണ്. ക്രിസ്മസ് പുതുവത്സര അവധിക്കാലമായതോടെ പതിവ് പോലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നാട്ടിലേക്ക് വരുവാൻ തയ്യാറെടുക്കുന്ന മലയാളികൾക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടുവാൻ ബുദ്ധിമുട്ടാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ട്രെയിൻ ടിക്കറ്റ് ക്ഷാമം കൂടുതലാണെന്ന് പറയുന്നതിലും തെറ്റില്ല. മുംബൈ, ഡൽഹി, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നും നാട്ടിലേക്ക് 20-ന് ശേഷം കൺഫേം ടിക്കറ്റ് കിട്ടാനില്ല. ചെന്നൈ തിരുവനന്തപുരം മെയിലിൽ സ്ലീപ്പർ വെയിറ്റിംഗ് ലിസ്റ്റ് ഈ മാസം 20 മുതൽ 23 വരെ 200-ന് മുകളിലെത്തി. അനന്തപുരി എക്സ്പ്രസിൽ 23-ന് വെയിറ്റിംഗ് ലിസ്റ്റ് 358-ന് മുകളിലാണ്. ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് 20, 21 തീയതികളിൽ ഐലൻഡ് എക്സ്പ്രസിലും ടിക്കറ്റില്ല. മൈസൂരു കൊച്ചുവേളി എക്സ്പ്രസ്, ഹൈദരാബാദിൽ നിന്നും കേരളത്തിലേക്ക് പ്രധാനമായും ആശ്രയിക്കുന്ന ശബരി എക്സ്പ്രസ് എന്നിവയിൽ ആഴ്ചകളോളം ടിക്കറ്റില്ല. യാത്രാ പ്രതിസന്ധി പരിഹരിക്കുവാൻ അധിക സർവീസും കോച്ചുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. അന്ത്യോദയ എക്സ്പ്രസ് ഒരുപക്ഷെ സാധാരണക്കാരായ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനാണത്. ഇന്നിപ്പോഴും വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് ഉള്ളത് ഈ വണ്ടി ഓടുന്നത്. അതിൽ ശരിക്കും വളരെ കൂടുതൽ യാത്രക്കാർക്ക് റിസർവേഷൻ ഇല്ലാണ്ട് യാത്ര ചെയ്യാൻ പറ്റും. ആ ട്രെയിനുകളുടെ അന്ത്യോദയ എക്സ്പ്രസ്സുകൾ വർദ്ധിപ്പിച്ച് അത് ആഴ്ചയിൽ 2 ദിവസം എന്നതിന് പകരം എല്ലാ ദിവസവും ഓടിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ റിസർവേഷൻ കിട്ടാത്ത യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ആ രൂപത്തിൽ കൂടി ഈ റെയിൽവേയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്. ട്രെയിൻ ടിക്കറ്റ് തീർന്നതോടെ ബസ് നിരക്കും കുതിച്ചുയരുകയാണ്. ബംഗളൂരു തിരുവനന്തപുരം AC സ്ലീപ്പർ ചാർജ് 3500-നും 4399-നും ഇടയിലാണ്. ഇത് കുറയണമെങ്കിൽ KSRTC കൂടുതൽ വോൾവോ സർവീസുകൾ ആരംഭിക്കണം. എന്നാൽ അതിനുള്ള ബസ് കോർപ്പറേഷന്റെ പക്കലില്ല. കർണാടക RTC സ്പെഷ്യൽ സർവീസ് ഓടിക്കുമെന്ന പ്രതീക്ഷയിലാണ് മറുനാടൻ മലയാളികൾ. ഭീമമായ സാമ്പത്തിക ചെലവ് വരുന്നതിനാൽ യാത്ര തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്നും അനുതാപപൂർവമായ ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. NA സുലൈമാന്റെ ഓർമ്മകളുമായി സിറ്റി ടവർ ഹാളിൽ ഏവരും ഒത്തുകൂടിയപ്പോൾ അത് പ്രിയപ്പെട്ടവനുള്ള കാസർഗോഡിന്റെ സ്മരണാഞ്ജലിയായി മാറി. ചടങ്ങിൽ NA സുലൈമാന്റെ സ്മരണാർത്ഥം NA സുലൈമാൻ ഫൗണ്ടേഷൻ നൽകിവരുന്ന അവാർഡ് മുഹമ്മദ് ആസിം വെളിമണ്ണയ്ക്ക് സമ്മാനിച്ചു. കസ്റ്റംസ് മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ അഡ്വക്കേറ്റ് SAS നവാസ് അവാർഡ് ദാനം നിർവഹിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റും വിവിധ സ്പോർട്സ് കൗൺസിലുകളുടെ സംസ്ഥാന പ്രതിനിധിയും വ്യാപാരിയുമായിരുന്ന NA സുലൈമാന്റെ സ്മരണാർത്ഥം NA സുലൈമാൻ ഫൗണ്ടേഷൻ നൽകിവരുന്ന അവാർഡ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഹോട്ടൽ സിറ്റി ടവർ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുഹമ്മദ് ആസിം വെളിമണ്ണയ്ക്ക് സമ്മാനിച്ചു. ചടങ്ങ് NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരുമായി നല്ല ബന്ധം സുലൈമാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഉയരങ്ങളിലെത്താൻ സുലൈമാന് കഴിയുമായിരുന്നു. പക്ഷേ സുലൈമാന് അത് ആഗ്രഹിച്ചില്ല. മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, ഞാനായാലും നിങ്ങളായാലും നമ്മൾ ഒരു അധികാര സ്ഥാനത്തെത്തിയാൽ അവിടെ മാത്രം നമ്മൾ ഒതുങ്ങാൻ ശ്രമിക്കുകയില്ല. നമ്മൾ വേറെ ചില അധികാരങ്ങൾ കയ്യിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ
അത് ഞാനിവിടെ പ്രത്യേകം സൂചിപ്പിക്കണമെന്നില്ല. നമ്മൾ പലരുടെയും ലെറ്റർ പേഡ് എടുത്തു നോക്കിയാൽ ആ ലെറ്റർ പേഡിൽ നമുക്ക് വേറൊരു മാറ്ററൊന്നും എഴുതാൻ പറ്റാത്ത വിധം നമ്മൾ വഹിക്കുന്ന സ്ഥാനങ്ങളായിരിക്കും അധികം ഉള്ളത്. അപ്പോൾ സുലൈമാന് അങ്ങനെയുള്ള ഒരു ലെറ്റർ പേഡിൻ്റെ ഉടമയാകാൻ സുലൈമാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല എന്നതാണ് സുലൈമാൻ്റെ പ്രത്യേകത. എൻ എ സുലൈമാൻ ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി അബ്ദുള്ള സുനൈസ് അധ്യക്ഷത വഹിച്ചു. കസ്റ്റംസ് മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ അഡ്വക്കേറ്റ് SAS നവാസ് അവാർഡ് ദാനം നിർവഹിച്ചു. വൈകല്യങ്ങളെ മറികടന്ന് ലോകത്തെ വിസ്മയിപ്പിച്ച പ്രതിഭയാണ് മുഹമ്മദ് ആസിം വെളിമണ്ണ. നീന്തലറിയാത്തതിന്റെ പേരിൽ ആരും മുങ്ങിമരിക്കരുത് എന്ന സന്ദേശവുമായി ആലുവ പെരിയാർ നദിയിൽ 800 മീറ്ററിലധികം നീന്തി ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ എന്നിവയിൽ ഇടം നേടിയ ആസിം സംസ്ഥാന ദേശീയ പാരാലിമ്പിക്സിൽ വിവിധ ഇനങ്ങളിൽ സ്വർണവും നേടിയിട്ടുണ്ട്. ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ലയണൽ മെസ്സി, എംബാപ്പെ, ജെറൂഡ് തുടങ്ങിയവർക്കൊപ്പം ചിലവഴിക്കാനുള്ള അപൂർവ അവസരവും ആസിമിനെ തേടിയെത്തിയിരുന്നു. പുരസ്കാരത്തിന് ആസിം വെളിമണ്ണ നന്ദി അറിയിച്ചു. ഇന്നത്തെ എൻ്റെ നാളത്തെ എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ, നാളെ ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള വലിയൊരു ആവേശം ഈ ഒരു പുരസ്കാരവും, അതേപോലെ തന്നെ എനിക്ക് വേണ്ടി നമുക്ക് എൻ്റെ സുലൈമാൻ സാഹിബിൻ്റെ പകരമായിട്ട് എനിക്ക് മൈക്കുകൾ പിടിച്ചു തന്ന നമ്മുടെ അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹമാണ് ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA NA സുലൈമാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏറ്റവും ശരിയായ ഒരു തീരുമാനമാണ് ഈ നമ്മുടെ സുലൈമാൻ്റെ ഫൗണ്ടേഷൻ എടുക്കുന്നത്. അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ആദരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് ഇങ്ങനെ ഏതെങ്കിലും രംഗത്ത് പ്രത്യേകതകളുള്ള ആളുകളെ തന്നെ തെളിയിച്ചു കൊടുക്കണം. അതിന് പറ്റിയ ഒരു ആളെയാണ് ഇത്തവണ നമ്മൾ ഈ സുലൈമാനും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. സുലൈമാൻ ആഗ്രഹിച്ചതല്ല, ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം എന്നാണ്. ഇപ്പോൾ സുലൈമാന് എൻ്റെ പേരിൽ നമ്മളൊരു ഉപകാരം അല്ലെങ്കിൽ ഒരു സമ്മാനം, അതല്ലെങ്കിൽ ഒരു അവാർഡ് നൽകുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ ആളെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. KM ഹസൻ മെമ്മോറിയൽ കൾച്ചറൽ സെന്റർ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് മുൻ അഡീഷണൽ ഡയറക്ടർ നജ്മുദ്ദീൻ, ജില്ലാ സ്പോർട്സ് ഓഫീസർ സുദീപ് ബോസ്, കാസർഗോഡ് പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജു കണ്ണൻ, സംസ്ഥാന നെറ്റ്ബോൾ അസോസിയേഷൻ ട്രഷറർ സാബിറ UP, കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മുജീബ് അഹമ്മദ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ദിനേശ് K, NA സുലൈമാൻ ഫൗണ്ടേഷൻ ഉപദേശക സമിതി അംഗങ്ങളായ KM ഹനീഫ്, KA ഷുഹൈബ്, ട്രസ്റ്റി അബൂബക്കർ, സുഫാസ് എന്നിവർ സംസാരിച്ചു. ഉപദേശക സമിതി അംഗങ്ങളായ TA ഷാഫി സ്വാഗതവും KM ഹനീഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർകോട്ടെ കുപ്രസിദ്ധ മോഷ്ടാവ് മീശ റൌഫ് പോലീസ് പിടിയിൽ. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ റൌഫ് അന്യസംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഇയാളെ പിടികൂടുവാൻ പ്രത്യേക പോലീസ് സംഘം തന്നെ രൂപീകരിച്ചിരുന്നു. ഇവർ നടത്തിയ സമർത്ഥമായ നീക്കത്തിൽ മോഷണം മുതലായ ബൈക്കുമായാണ് റൌഫ് പിടിയിലായത്. നാടിനും പോലീസിനും ഒരുപോലെ തലവേദന സൃഷ്ടിച്ച കുപ്രസിദ്ധ മോഷ്ടാവ് ഉപ്പളയിലെ മീശ റൌഫ് എന്ന അബ്ദുൾ റൌഫ് ഒടുവിൽ പോലീസ് പിടിയിൽ. കൈവശമുണ്ടായിരുന്ന മോഷണ മുതലായ ഒരു ബൈക്കുമായാണ് റൌഫിനെ പോലീസ് പിടികൂടിയത്. അടുത്തിടെ ഉപ്പളയിൽ നിന്നും മോഷണം പോയ ബൈക്കാണ് ഇയാളിൽ നിന്നും കണ്ടെത്തിയത്. കാസർഗോഡ്, കുമ്പള, വിദ്യാനഗർ, മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി മോഷണ കേസുകളുണ്ട്. മഹാരാഷ്ട്ര, ഡൽഹി, കർണാടക സംസ്ഥാനങ്ങളിൽ നിരവധി വർഷങ്ങളായി ഇയാൾ ഒളിവിൽ കഴിഞ്ഞ് വരികയായിരുന്നു. നിരവധി വാറന്റുകളുള്ളതിനാൽ ജില്ലാ പോലീസ് മേധാവി D ശില്പയുടെ നിർദ്ദേശപ്രകാരം റൌഫിനെ പിടികൂടുവാൻ DYSP CK സുനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് തന്നെ രൂപീകരിച്ചു. ഇതിനിടെ ഇയാൾ മൊഗ്രാലിലെ ക്വാർട്ടേഴ്സിൽ രഹസ്യമായി താമസിക്കുന്നതായി പോലീസ് സംഘത്തിന് വിവരം ലഭിച്ചു. തുടർന്ന് ഈ ക്വാർട്ടേഴ്സ് പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ റൌഫ് ക്വാർട്ടേഴ്സിലുണ്ടെന്ന് ഉറപ്പിച്ച പോലീസ് സംഘം ക്വാർട്ടേഴ്സ് വളയുകയും അതിസമർത്ഥമായി ഇയാളെ പിടികൂടുകയുമായിരുന്നു.
കാസർഗോഡ് ഡിവൈഎസ്പി CK സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം ഇൻസ്പെക്ടർ E അനൂപ് കുമാർ, സബ് ഇൻസ്പെക്ടർമാരായ രതീഷ് ഗോപി, KR ഉമേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രമോദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അശ്വന്ത് കുമാർ, വിജയൻ, പ്രണവ്, അബ്ദുൽ ഷുക്കൂർ എന്നിവരുൾപ്പെടുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അബ്ദുൽ റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അഗ്രികൾച്ചറൽ അസിസ്റ്റൻസ് അസോസിയേഷൻ കേരളയുടെ 49ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കാസർഗോഡ് ജില്ലാ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് നിഷാദ് PM ഉദ്ഘാടനം ചെയ്തു. അഗ്രികൾച്ചറൽ അസിസ്റ്റൻസ് അസോസിയേഷൻ കേരളയുടെ 49ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ജില്ലാ വ്യാപാര ഭവനിൽ നടന്നു. സപ്ലൈകോ നെല്ല് സംഭരണം യഥാസമയം നടത്തുക, സംഭരിച്ച നെല്ലിന്റെ വില കർഷകർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ സമയബന്ധിതമായി ലഭ്യമാക്കുക, വന്യജീവി ആക്രമണം മൂലം നഷ്ടപ്പെടുന്ന കാർഷിക വിളകൾക്കുള്ള നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. അഗ്രികൾച്ചറൽ അസിസ്റ്റൻസ് അസോസിയേഷൻ കേരള സംസ്ഥാന പ്രസിഡന്റ് നിഷാദ് PM സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിഭാഗത്തെ അടിച്ചമർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് ഉള്ള ചില ശക്തികളുടെ പ്രക്രിയ കൊണ്ട് നമ്മൾ ചില മാറ്റങ്ങൾ നമ്മുടെ വകുപ്പ് മാറ്റി. അത് നമ്മുടെ പല സഹോദരന്മാർക്ക് വളരെയധികം വേദന ഉണ്ടാക്കി, വളരെയധികം ആളുകളെ ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റി. ഇതിനെതിരെ നമ്മൾ നിരന്തരമായ പോരാട്ടം നടത്തി. വളരെ ബാധിച്ച ചിലർ നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ നിന്നും പോലും വലിയ എമൗണ്ടുകൾ ചിലവാക്കി നമ്മൾ പല കേസുകൾ നടത്തി. അതിൻ്റെ ഒക്കെ ഫലം നമുക്കിപ്പോൾ കിട്ടി. ആ കിട്ടിയ ഫലം നമുക്ക് അനുഭവിക്കാൻ ഊർജ്ജസ്വലതയോടെ നമ്മുടെ വകുപ്പ് മേലധികാരികൾ നടപ്പിലാക്കാൻ അത്ര വ്യഗ്രത കാണിക്കുന്നില്ല എന്നുള്ളതാണ്. AAK കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് നാരായണൻ K അധ്യക്ഷത വഹിച്ചു. മണികണ്ഠൻ K, നിശാന്ത് PV, പ്രകാശൻ K, വിനീത K എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കൃഷി ഓഫീസറായി പ്രൊമോഷൻ ലഭിച്ച ജയപ്രകാശ് Kയെ അനുമോദിക്കുകയും സർവീസിൽ നിന്നും വിരമിച്ച ഗോപി M-ന് യാത്രയയപ്പ് നൽകി. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം AAK സോണൽ സെക്രട്ടറി ഷീന P-യും സമാപന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം മധു AV-യും ഉദ്ഘാടനം ചെയ്തു. രാജേഷ് കുമാർ C, സുചിത്ര KP, ഹരീന്ദ്രൻ TV, ജയപ്രകാശ് B നമ്പ്യാർ, ശ്രീജ V, പ്രജീഷ് കുമാർ K, സ്മിജ P, സതീശൻ K, ഭാസ്കരൻ K, ശ്രീഹരി P, ബാബുരാജ് T, രവി C, മുരളീധരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാത വികസനം പുരോഗമിക്കവേ ഷിറിയയിൽ മേൽപ്പാലം വേണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമാകുന്നു. 2ാം ഘട്ട സമരത്തിന്റെ ഭാഗമായി ഷിറിയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമീണ പ്രതിഷേധയാത്ര നടത്തി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി തീർത്തും ഒറ്റപ്പെട്ടുപോയ ഷിറിയ പ്രദേശത്തെ ബന്ധിപ്പിക്കുവാൻ മേൽപ്പാലം അനുവദിക്കണമെന്ന ആവശ്യത്തിൽ സമരം ശക്തമാക്കുകയാണ് നാട്ടുകാർ. 2ാം ഘട്ട സമരത്തിന്റെ ഭാഗമായി ഷിറിയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമീണ പ്രതിഷേധയാത്ര നടത്തി. മുട്ടം റെയിൽവേ ഗേറ്റിൽ നിന്നും ആരംഭിച്ച ജാഥ ഷിറിയ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് പരിസരത്ത് സമാപിച്ചു. ദേശീയപാതയുടെ കിഴക്ക് വശത്തായി തീരദേശ ഷിറിയയിലെ ജനങ്ങളെ കൂടി വരും നാളുകളിൽ പ്രതിഷേധത്തിന്റെ ഭാഗമാക്കുക, നാട്ടുകാരിൽ സമര സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഓൾഡ് MCC റോഡിലൂടെ 3 കിലോമീറ്റർ പ്രതിഷേധയാത്ര നടത്തിയത്. പ്രായമായവരുൾപ്പെടെ 100 കണക്കിന് പേർ സമരത്തിന്റെ ഭാഗമാകുവാനായി എത്തിയിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സമരത്തിൽ പങ്കെടുത്തു. മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി AK ആരിഫ് സമരം ഉദ്ഘാടനം ചെയ്തു. പ്രവൃത്തിയുടെ പുരോഗതി 75% പൂർത്തിയാകുമ്പോഴും ചില സ്ഥലങ്ങളിൽ 100% പൂർത്തിയായപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത് ഇനിയും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഷിറിയയുടെ ആ ഭാഗത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഒരു ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണം എന്നുള്ളതാണ്, മേൽപ്പാലം സ്ഥാപിക്കണം എന്നുള്ള ആവശ്യമാണ് നമ്മളെല്ലാവരും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഷിറിയ വികസന സമിതി ചെയർമാൻ അബ്ബാസ് KM ഓണന്ത അധ്യക്ഷത വഹിച്ചു. മംഗൽപാടി പഞ്ചായത്ത് അംഗം മജീദ് പച്ചമ്പള, സയ്യിദ് അബ്ദുൽ റഹ്മാൻ തങ്ങൾ ഷിറിയ, മംഗൽപാടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ബന്ദിയോട്, മഷൂദ് ഷിറിയ, CPM ലോക്കൽ കമ്മിറ്റി അംഗം PM ഹനീഫ്, ഷിറിയ സ്കൂൾ PTA പ്രസിഡന്റ് ഷാഫി സാദി, അബ്ദുല്ല ഷിറിയ, അബ്ദുൽ ഖാദർ സക്കാഫി, മെഹ്മൂദ് ഹാജി കുന്നിൽ, അബ്ദുൽ ഖാദർ, അബൂബക്കർ GA, ഇക്ബാൽ BM, ഹമീദ് SA, ജലീൽ PKB, അസീസ് PKB, അബ്ദുൽ അസീസ് AK, അബ്ദുല്ല ഖജെ, ഇബ്രാഹിം ഹാജി കയ്യാർ, ഷാഫി സാദി, ഹമീദ് കുബണൂർ, ഖലീൽ SM, സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള.
കാസർഗോഡ് ശ്രീ ധർമ്മശാസ്ത്ര സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 59ാം അയ്യപ്പൻ തിരുവിളക്കുത്സവം ഡിസംബർ 11 മുതൽ 15 വരെ നടക്കും. ഇതോടൊപ്പം ശിലാമയ പാണിപീഠവും നൂതന വെള്ളി ഛായാചിത്രം പ്രതിഷ്ഠയും നടക്കും. എടനീർ സ്വാമിജി സച്ചിദാനന്ദ ഭാരതിയുടെ സാന്നിധ്യത്തിലായിരിക്കും ദിവ്യ ചടങ്ങുകൾ നടക്കുകയെന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ശ്രീ ധർമ്മശാസ്ത്ര സേവാ സംഘം ശിലാമയ പാണിപീഠവും നൂതന വെള്ളി ഛായാചിത്ര പ്രതിഷ്ഠയും 59ാം അയ്യപ്പൻ തിരുവിളക്കുത്സവവും ഡിസംബർ 11, 12, 13, 14, 15 തീയതികളിലായി നടക്കും. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതിയുടെ സാന്നിധ്യത്തിൽ പരിപാടികൾ നടക്കുമെന്ന് സമിതി ഭാരവാഹികൾ അറിയിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. അതിൻ്റെ പുനഃപ്രതിഷ്ഠ, വെള്ളിയുടെ ഛായാഫലകം, അതുപോലെ തന്നെ അയ്യപ്പ വിളക്ക് ഉത്സവം 5 ദിവസങ്ങളായിട്ട് നടക്കുന്നു. 11, 12, 13, 14, 15 തീയതികളിൽ ഈ ഉത്സവം ഉണ്ടായിരിക്കുന്നതാണ്. 11-ാം തീയതി നുള്ളിപ്പാടി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ പ്രതിഷ്ഠ ചെയ്യുന്ന വെള്ളിയുടെ ഫലകം, അതുപോലെ തന്നെ കലവറ ഘോഷയാത്ര ഉണ്ടായിരിക്കും. 12-ാം തീയതിക്ക് രാവിലെ 7 മണിയിൽ നിന്ന് 7:40 ശുഭമുഹൂർത്തത്തിൽ എടനീർ സ്വാമിജികൾ, അതുപോലെ തന്നെ പന്തള രാജാവ്, അതുപോലെ തന്നെ ശബരിമല മുൻ മേൽശാന്തി ജയരാമൻ നമ്പൂതിരി ഇവരുടെ സാന്നിധ്യത്തിൽ പ്രതിഷ്ഠാകർമ്മം, അതുപോലെ തന്നെ അതേ ദിവസം 11 മണിക്ക് സഭാ പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ KN വെങ്കട്ടരമണഹൊള്ള, ജനറൽ സെക്രട്ടറി സുരേഷ് സുവർണ, സെക്രട്ടറി മഹേഷ് നെല്ലിക്കുന്ന്, ഗുരുസ്വാമി പുരുഷോത്തമ കേളുകുട്ടെ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. PDP ഡിസംബർ 6 ഫാസിസ്റ്റ് വിരുദ്ധ ദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിച്ചു. മഞ്ചേശ്വരത്ത് നടന്ന ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സ് PDP ജില്ലാ പ്രസിഡന്റ് യൂനുസ് തളങ്കര ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 6 PDP ഫാസിസ്റ്റ് വിരുദ്ധ ദിനമായി ആചരിച്ചതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിച്ചു. മഞ്ചേശ്വരത്ത് നടന്ന ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സ് PDP ജില്ലാ പ്രസിഡന്റ് യൂനുസ് തളങ്കര ഉദ്ഘാടനം ചെയ്തു. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം മതേതര കക്ഷികൾ ഫാസിസ്റ്റ് ശക്തികളെ ചെറുക്കുവാൻ കൈകോർക്കേണ്ടത് അനിവാര്യമാണെന്ന് യൂനുസ് തളങ്കര പറഞ്ഞു. PDP കാസർഗോഡ് ജില്ലാ വർക്കിംഗ് സെക്രട്ടറി MA കളത്തൂർ, മുനീർ പൊസോട്ട്, PDP മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം റഫീഖ്, ഹനീഫ പൊസോട്ട്, PCF GCC സെക്രട്ടറി മിർഷാദ് ബഡാജെ, PK പൊസോട്ട്, മണ്ഡലം ട്രഷറർ കുഞ്ഞിപ്പ മൗലാന റോഡ്, പഞ്ചായത്ത് ട്രഷറർ ഇബ്രാഹിം, ജോയിന്റ് സെക്രട്ടറി അബ്ബാസ് തുടങ്ങിയവർ ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സിന് നേതൃത്വം നൽകി. അബ്ദുൽ റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് നെല്ലിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടി മഹോത്സവം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. പൂജാ ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കാസർഗോഡ് നെല്ലിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വിവിധ പരിപാടികളുടെ ഷഷ്ടി മഹോത്സവം ആഘോഷിച്ചു. വിവിധ ഭജന സംഘങ്ങളുടെ ഭജനയും ഷഷ്ടി ആഘോഷ കമ്മിറ്റിയുടെയും ശ്രീ നാരായണ മഹിളാ സമാജത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കടപ്പുറം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും തിരുമുൽക്കാഴ്ച സമർപ്പണവും നടന്നു. തുടർന്ന് ബീരന്തബൈൽ സുനാമി ഫ്ളാറ്റിന്റെ തിരുമുൽക്കാഴ്ചയും സുനാമി ഫ്ളാറ്റ് മഹിളാ സംഘത്തിന്റെ കൈകൊട്ടിക്കളിയും നടന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്ന ആഘോഷത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ചെമ്മനാട് ശ്രീ ധർമ്മശാസ്ത്ര ഭജന മന്ദിരം 18ാം വാർഷികാഘോഷവും അയ്യപ്പൻ തിരുവിളക്ക് മഹോത്സവവും 10 മുതൽ 3 ദിവസങ്ങളിലായി നടക്കും. വിവിധ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികൾ മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കും. ഇത്തവണ ഉത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കണ്ണാട് കീഴൂർ ശ്രീ ധർമ്മശാസ്ത്ര സേവാ സംഘത്തിന്റെ പരിധിയിൽപ്പെടുന്ന ചെമ്മനാട് ശ്രീ ധർമ്മശാസ്ത്ര ഭജന മന്ദിരത്തിന്റെ 18ാം വാർഷികവും ശ്രീ അയ്യപ്പൻ തിരുവിളക്ക് മഹോത്സവവും 10, 11, 12 തീയതികളിലായി ഭക്തിയുടെ നിറവിൽ നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ചൊവ്വാഴ്ച നടക്കും. 3 ദിവസങ്ങളിലും വിവിധ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികൾ നടക്കുമെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ചെമ്മനാട് ശ്രീ ധർമ്മശാസ്ത്ര ഭജന മന്ദിരത്തിൻ്റെ 18ാം വാർഷികത്തോടനുബന്ധിച്ച് അയ്യപ്പൻ തിരുവിളക്ക് മഹോത്സവം നടത്തുകയാണ്. ഉദ്ദേശം ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രമാണം അനുസരിച്ച് ലോകം മുഴുവനും സുഖം അനുഭവിക്കുമാറാക്കണേ ഭഗവാനെ എന്നുള്ളതായ ആ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉത്സവം, അന്നദാനം ഒക്കെ നടത്താനാണ് ചെമ്മനാട് കൂട്ടായ്മ തീരുമാനിച്ചിട്ടുള്ളത്. ഡിസംബർ 10, 11, 12 എന്ന തീയതികളിലാണ് ഉത്സവം. അത് മഹോത്സവം 10-ന് കലവറ നടക്കും, 12-ന് കലാപരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കും, 12-ന് പാലക്കൊമ്പ് എഴുന്നള്ളത്ത്. അതിൻ്റെ ഭാഗമായുള്ള പല സങ്കല്പങ്ങളും ആഴിയാട്ടം, അതുപോലെ തുരിയൊഴിച്ചൽ ഒക്കെ ഉള്ളതായ കാര്യങ്ങൾ നടന്നുകൊണ്ട് ആഘോഷ സമിതി ചെയർമാൻ പ്രഭാകര ഗുരുസ്വാമി, വർക്കിംഗ് ചെയർമാൻമാരായ ഗംഗാധരൻ കാട്ടാമ്പള്ളി, നാരായണൻ വടക്കിനിയ, ജനറൽ കൺവീനർ അശോകൻ തട്ടിൽ, ട്രഷറർ സത്യനാരായണൻ കോടോത്ത്, ചെമ്മനാട് ശ്രീ ധർമ്മശാസ്ത്ര ഭജന മന്ദിരം പ്രസിഡന്റ് ഗോപിനാഥൻ കാട്ടൂർ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ രവി ഈക്കോട്ട്, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ മോഹനൻ പാലോത്തി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ബ്രൈഡൽ ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി. സിനിമാ താരം ശ്രീവിദ്യ മുല്ലച്ചേരി പ്രൊഡക്റ്റ് അൺവെയിൽ നടത്തി. വിശേഷ മുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കാൻ അതിവിശിഷ്ടമായ ആഭരണങ്ങളുടെ അത്യപൂർവ ശേഖരവുമായി കാസർഗോഡ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബ്രൈഡൽ ജ്വല്ലറി ഷോ. വിദഗ്ധ കലാകാരന്മാരുടെ കലാവിരുതിൽ തീർത്ത ആഭരണങ്ങളാണ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത്. ഡിസംബർ 7 മുതൽ 16 വരെ നടക്കുന്ന ബ്രൈഡൽ ഷോയുടെ പ്രൊഡക്റ്റ് അൺവീലിംഗ് സിനിമാ താരം ശ്രീവിദ്യ മുല്ലച്ചേരി നിർവഹിച്ചു. കാസർഗോഡ് പൊതുവെ മലബാർ ഗോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അടയാളമാണല്ലേ. മലബാർ ഗോൾഡിൻ്റെ അപ്പുറത്ത് മലബാർ ഗോൾഡിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു സംസാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വരാറുണ്ടല്ലോ. സോ ഈ ഒരു ബ്രൈഡൽ ഷോയ്ക്ക് വരാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. ഒരു 3 മാസം മുമ്പേ തുടങ്ങായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അത്രേ ആയുള്ളൂ. അപ്പം വന്ന എല്ലാവർക്കും എല്ലാവരുടെയും വീട്ടിൽ കല്യാണം കൂടാൻ നിൽക്കുകയായിരിക്കും. അപ്പം അടിപൊളിയാവട്ടെ. എല്ലാ ബ്രൈഡ്സിനും ഇതൊരു തുടക്കമാവട്ടെ. കാരണം നമ്മുടെയൊക്കെ കല്യാണത്തിന് നമ്മൾ എത്ര ഓടി നടക്കുന്നതല്ലേ. ഭയങ്കര വെറൈറ്റി സെലക്ഷൻ കിട്ടാൻ ഞാനൊക്കെ ഒരുപാട് കാലം മുന്നേ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഓൾ ദ ബെസ്റ്റ് ടു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ബ്രൈഡ്സ് ഹിയർ. ഷോറൂം ഹെഡ് ചന്ദ്രശേഖരൻ ചടങ്ങിൽ സംസാരിച്ചു. ഷോറൂം ഹെഡ് വിപിൻ ഗംഗാധരൻ സ്വാഗതവും ഷോറൂം മാനേജർ അബ്ദുൽ ബാസിദ് നന്ദിയും പറഞ്ഞു. വിശിഷ്ടാതിഥി ശ്രീവിദ്യ മുല്ലച്ചേരിയും ബ്രൈഡ്സും ചേർന്ന് കേക്ക് കട്ടിംഗ് നിർവഹിച്ചു. നിലവിലെ കസ്റ്റമേഴ്സിനെ കൂടാതെ ഭാവിയിൽ ഷോറൂമിലെത്തുന്നവർക്കും മികച്ച കളക്ഷൻ നൽകുവാൻ കഴിയുന്ന രീതിയിലാണ് ബ്രൈഡൽ ഷോ ഒരുക്കിയിരിക്കുന്നത് എന്ന് ഷോറൂം ഹെഡ് വിപിൻ ഗംഗാധരൻ പറഞ്ഞു. വിവാഹ സ്വപ്നങ്ങൾക്ക് അണിഞ്ഞൊരുങ്ങുവാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാസർഗോഡ് ഷോറൂം ബ്രൈഡൽ ജ്വല്ലറി ഷോ 7-ാം തീയതി മുതൽ 16-ാം തീയതി വരെ ഡിസംബർ 10 ദിവസങ്ങളിലായിട്ട് എല്ലാ ആഭരണങ്ങളും ഇന്ത്യയിലുള്ള വിവിധ കലാവിരുതുകളിലുള്ള ആഭരണ ശൃംഖല ഒരുക്കിക്കൊണ്ടാണ് ഈ ബ്രൈഡൽ ജ്വല്ലറി ഷോ ഇന്നു മുതൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിൽ ഭാവിയിലേക്കുള്ള എല്ലാ ബ്രൈഡ്സിനും നമ്മൾ കോർത്തിണക്കിക്കൊണ്ട് തന്നെ അവർക്കൊരു സെലക്ഷൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ ഇനി നമ്മുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഏറ്റവും മികച്ച സെലക്ഷൻസ് പബ്ലിക്കിലേക്ക് കാണിക്കാനും കൂടിയുള്ളൊരു അവസരമായിട്ടാണ് ഈ ഒരു ഷോ നമ്മൾ നടത്തുന്നത്. ഇതിൽ ഇന്ന് ഈ ഒരു ഡിസംബറിൽ മാസം നടക്കുന്നൊരു ജ്വല്ലറി അല്ലെങ്കിൽ ബ്രൈഡ്സ് അവർക്ക് വേണ്ടി മാത്രമല്ലൊരു ഷോ ആയിട്ടല്ലാണ്ട് തന്നെ ഭാവിയിലേക്കുള്ള എല്ലാ ബ്രൈഡ്സും നമ്മൾ ഇതിലേക്കുള്ള ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് മുതൽ 16-ാം തീയതി വരെയൊക്കെയാണ് ഇതിൻ്റെ ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്.
അതിലേക്ക് എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചുകൊള്ളുന്നു. വിദഗ്ധ കലാകാരന്മാരുടെ കലാവിരുതിൽ തീർത്ത ആഭരണങ്ങൾ വീക്ഷിക്കുവാനും സ്വന്തമാക്കുവാനും നിരവധി പേരാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കാസർഗോഡ് ഷോറൂമിൽ എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം അടുക്ക ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 30ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ദേശീയതല വോളിബോൾ മത്സരം സംഘടിപ്പിക്കും. ഡിസംബർ 21 ആരംഭിക്കുന്ന മത്സരത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. അടുക്ക ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് ഡിസംബർ 21 മുതൽ ദേശീയതല വോളിബോൾ മത്സരം സംഘടിപ്പിക്കും. മത്സരത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ പോസ്റ്റൽ, കസ്റ്റംസ്, നേവി, SAI ഇന്ത്യ ടീമുകളുടെ പ്രമുഖ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. ക്ലബ് മെമ്പർമാരോട് ഈ വരുന്ന 21-ാം തീയതി അതിപുലമായ ഒരു വോളിബോൾ എന്ന് പറയുമ്പോൾ അത് അഖിലേന്ത്യാ തലത്തിലാണ്. കാരണം ഇതുവരെ നമ്മുടെ കാസർഗോഡ് ജില്ല ദർശിക്കാത്ത ആ വിധത്തിലാണ് നമ്മുടെ സെറ്റപ്പ്. ആശുപത്രികളിലെ നിർധനരായ രോഗികൾക്ക് സഹായം, അഗതികൾക്ക് ഭക്ഷണം, കിടപ്പിടം, വൃദ്ധസദനങ്ങൾ, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായങ്ങൾ തുടങ്ങിയവ ചെയ്തുകൊണ്ട് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട്. ക്ലബ് പ്രസിഡന്റ് അബ്ദുള്ള BMP, സെക്രട്ടറി ഹൈദർ HM, യൂസഫ് CA, കൺവീനർ മഹ്മൂദ് വിൽസ്, ഇബ്രാഹിം OK, ഖാദർ കോട, അസീസ് ടിംബർ, ഹമീദ് CA, മഹ്മൂദ് കജ, മൊയ്തീൻ ചെങ്കൽ, സാലിഹ് സീമാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ബന്തടുക്ക ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടി മഹോത്സവം നടന്നു. പ്രധാന ചടങ്ങായ ഗുഹാപ്രവേശനം ഭക്തിയുടെ നിറവിൽ നടന്നു. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയായ ബന്തടുക്കയിലെ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ഐതിഹ്യ സമ്പന്നമാണ്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ഷഷ്ടി മഹോത്സവം. ഈ വർഷത്തെ ഷഷ്ടി മഹോത്സവം ബ്രഹ്മശ്രീ ഇരവൽ കേശവതന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. പുലർച്ചെ നട തുറന്ന ശേഷം മഹാഗണപതി ഹോമം നടന്നു. ഉഷപൂജ, രാശിപൂജ, തുലാഭാരം എന്നിവയും നടന്നു. തുടർന്ന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ഗുഹാപ്രവേശനം നടന്നു. വ്രതശുദ്ധിയോടെ ഭക്തർ ഗുഹാപ്രവേശന ചടങ്ങിന്റെ ഭാഗമായി. ഒരിക്കൽ ഈ ഗുഹയിലൂടെ കടന്ന് മറുപുറം എത്തിച്ചേർന്നാൽ അതുവരെയുള്ള ദുഷ്കർമ്മഫലങ്ങൾ തീരുമെന്നാണ് വിശ്വാസം. തുടർന്ന് നവകാഭിഷേകം, മഹാപൂജ എന്നിവ നടന്നു. ഉച്ചയ്ക്ക് ശേഷവും വിവിധ വിശേഷാൽ പൂജകൾ നടന്നു. ഭക്തർക്ക് അന്നപ്രസാദവും നൽകി. ദിവസം 10 മണിക്കൂർ ഡയാലിസിസിന് വിധേയനാകുന്ന +2 വിദ്യാർത്ഥി തൃക്കരിപ്പൂർ വടക്കേക്കോവലിലെ അമൽ സുഹാൻ ദിവസവും പാചകത്തിനും കമ്പ്യൂട്ടറിൽ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും സമയം കണ്ടെത്തും. ലോക ഭിന്നശേഷി വാരാചരണത്തിൽ സമൂഹത്തിനു മുന്നിൽ വിസ്മയമാണ് ഈ കൊച്ചുമിടുക്കൻ. പ്രവാസിയായ വടക്കേക്കോവലിലെ M സുലൈമാന്റെയും A റസിയാബിയുടെയും രണ്ടാമത്തെ മകനാണ് അമൽ സുഹാൻ. ജന്മന ബ്ലാഡർ തകരാറുണ്ടായതിനെ തുടർന്ന് കിഡ്നിയെ ബാധിച്ച ക്രോണിക് കിഡ്നി ഡിസീസ് മൂലമാണ് 1.5 പതിറ്റാണ്ടായി വിവിധ ചികിത്സകൾക്ക് വിധേയമാക്കി വരുന്നത്. 6 വർഷത്തോളമായി ദിവസവും പെരിട്ടോണിയൽ ഡയാലിസിസിന് വിധേയമാക്കുന്നുമുണ്ട്. ഡോക്ടർമാരുടെ നിർദ്ദേശത്തിൽ ഉമ്മ റസിയാബിയാണ് രാത്രി 2 ഘട്ടമായി 10 മണിക്കൂർ ഡയാലിസിസ് ചെയ്തു വരുന്നത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 കൊമേഴ്സ് വിദ്യാർത്ഥിയാണ് 18-കാരനായ A അമൽ സുഹാൻ. ബംഗളൂരുവിലെ സെന്റ് ജോൺസ് ആശുപത്രിയിൽ 17 വർഷം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 1 വർഷമായി കണ്ണൂരിലേക്ക് മാറുകയായിരുന്നു. ഇത്തരം ബുദ്ധിമുട്ടുകൾക്കിടയിൽ വീടിനകത്ത് കഴിഞ്ഞ വേള അമൽ സുഹാൻ സാധ്യതകളാക്കി മാറ്റുകയായിരുന്നു. കമ്പ്യൂട്ടർ അസംബ്ലിംഗ് നോക്കി പഠിച്ച ഈ കൊച്ചുമിടുക്കൻ മദർ ബോർഡ്, റാം, പ്രൊസസ്സർ, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, ക്യാബിനറ്റ്, പവർ സപ്ലൈ എന്നിവ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വീട്ടിൽ 16 GB സ്റ്റോറേജ് കമ്പ്യൂട്ടർ നിർമ്മിച്ചു. വീട്ടിലുണ്ടായിരുന്ന ടെലിവിഷൻ മോണിറ്ററായി ഉപയോഗിച്ചു വരികയാണ്. യൂട്യൂബ് നോക്കിയാണ് കൂട്ടിയോജിപ്പിച്ചത്. ഞാൻ റെഗുലറായിട്ട് സ്കൂളിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് വരക്കഞ്ഞിരിക്കുന്ന ഒരു ആളാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് കമ്പ്യൂട്ടറിനോടൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പഠിച്ചു വരാൻ തുടങ്ങി. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്കായിട്ടൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി. അതുവഴി ഞാൻ എഡിറ്റിങ് പഠിച്ച് പിന്നെ അതിൻ്റെ അപ്പുറം തന്നെ എനിക്ക് 6 മാസം മുന്നേ ഒക്കെ തന്നെ ഒരു കുക്കിങ്ങിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കയറി. അതും ഞാൻ പഠിക്കാൻ തുടങ്ങി. ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അതുവഴി ഞാനിപ്പം കുറച്ച് അത്യാവശ്യം റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, ജാപ്പനീസ് തുടങ്ങിയ ഭാഷകളും സ്വന്തമായി പഠിച്ചെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 5 മാസത്തിനിടയിൽ ഉമ്മ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ചേരുവകൾ നോക്കി മനസ്സിലാക്കിയ അമൽ സുഹാൻ പാചകം ഒരു കലയായിട്ട് തന്നെ എടുത്തു. യൂട്യൂബിൽ സോസി ഹബ് എന്ന ഇടവുമുണ്ട്. ഫിഷ് ബിരിയാണിയും ബട്ടർ ചിക്കനും തുടങ്ങി ഇതിനകം 17-ൽ പരം ഇനങ്ങൾ പാചകം ചെയ്ത് സ്വന്തമായി ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ക്രീം ബഫ്, ചോക്ലേറ്റ് ബ്രൗണി, ചിക്കൻ 65, ഗ്രീൻ ചിക്കൻ, ടൊമാറ്റോ റൈസ്, ബട്ടർ ചിക്കൻ, സ്പോഞ്ച് കേക്ക്, ചോക്ലേറ്റ്, ഡോണറ്റ്,
ചീസി ഓംലെറ്റ്, ബിരിയാണി, ഓറിയോ മിൽക്ക് ഷേക്ക്, കോളിഫ്ലവർ ഡ്രൈ ഫ്രൈ, ചിക്കൻ ഷവർമ എന്നിവയൊക്കെ സ്വന്തമായി ഉണ്ടാക്കും. പുതിയ വീട്ടിൽ താമസം തുടങ്ങിയതോടെയാണ് പാചകത്തിൽ കൂടുതൽ താല്പര്യമുണ്ടായത്. എല്ലാ കാര്യങ്ങളിലും ഉപ്പയും ഉമ്മയും നൽകുന്ന പൂർണ്ണ പിന്തുണയിലാണ് പുതിയ മേച്ചിൽപ്പുറങ്ങൾ അമൽ സുഹാൻ തേടുന്നത്. വ്യത്യസ്തങ്ങളായ കഴിവുകൾ കണ്ടറിയാൻ ഭിന്നശേഷി വാരാചരണ ഭാഗമായി അമൽ സുഹാന്റെ വീട്ടിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായ യു സുധ, എം സാദിഖ്, PTA പ്രസിഡന്റ് AG നൂറുൽ അമീൻ, +2 കൊമേഴ്സ് വിദ്യാർത്ഥികളും ശനിയാഴ്ച എത്തിയിരുന്നു. യഥാർത്ഥത്തിൽ സുഹാന്റെ കഴിവ് കണ്ടപ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. കാരണം സ്വന്തമായി പാചകം ചെയ്യുകയും അതോടൊപ്പം തന്നെ സ്വന്തമായി കമ്പ്യൂട്ടർ നിർമ്മിക്കുകയും അങ്ങനെ IT രംഗത്തും കലാരംഗത്തും പാചക രംഗത്തും ഒക്കെ നല്ല വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് പരിമിതി നേരിടുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമൽ സുഹാൻ എന്ന വിദ്യാർത്ഥി തീർച്ചയായും അഭിനന്ദനാർഹമായ നേട്ടം തന്നെയാണ് ആ കുട്ടി കൈവരിച്ചിട്ടുള്ളത്. അമൽ സുഹാന്റെ കഴിവിന് അതിരില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ വന്നപ്പോഴാണ് അവൻ രൂപപ്പെടുത്തിയെടുത്ത ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം, അതായത് ഒരുപാട് പാർട്സുകൾ വാങ്ങി അത് അസംബിൾ ചെയ്ത് അതിൽ ഓരോ പരിപാടിയായിട്ട് അവൻ തന്നെ കണ്ടെത്തി പുതിയ പുതിയ പരിപാടികൾ കണ്ടെത്തി അതിൽ അപ്ലോഡ് ചെയ്യുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നാളെ ഇവനെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലൊരു വേദന കൂടിയുണ്ട്. BBA പൂർത്തിയാക്കിയ അമാൻ റസ്വി, 9ാം തരം വിദ്യാർത്ഥി ഷിഫ ഫാത്തിമ എന്നിവരാണ് അമൽ സുഹാന്റെ സഹോദരങ്ങൾ. ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സുന്നി മഹല്ല് ഫെഡറേഷൻ മുഹല്ല ദർശൻ ദേശീയ ലീഡേഴ്സ് കാരവൻ യാത്രയിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ SMF സംസ്ഥാന വഖഫ് സമിതി കൺവീനറും ചന്ദേര മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റുമായ APP കുഞ്ഞഹമ്മദ് ഹാജിക്ക് തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ചന്ദേര മഹല്ല് ഭാരവാഹികളും സമസ്ത പോഷക സംഘടനാ ഭാരവാഹികളും ചേർന്നാണ് തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകിയത്. SMF ദേശീയ സമിതിയുടെ കീഴിൽ കേരള മോഡൽ മഹല്ലുകൾ രാജ്യത്തുടനീളം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ മുഹല്ല ദർശൻ ദേശീയ ലീഡേഴ്സ് കാരവൻ ദേശീയ യാത്ര കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ തിരിച്ചെത്തിയ സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന വഖഫ് സമിതി കൺവീനറും ചന്ദേര മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റുമായ APP കുഞ്ഞഹമ്മദ് ഹാജിക്ക് മഹല്ല് ഭാരവാഹികളും സമസ്ത പോഷക സംഘടനാ പ്രവർത്തകരും ചേർന്നാണ് സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിച്ച ഉത്തരേന്ത്യയിലെ സാമുദായിക പിന്നോക്കാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് മഹല്ലുകൾ രൂപീകരിച്ച് പ്രവർത്തിക്കണമെന്ന സന്ദേശമാണ് ഇന്ത്യയിലെ 15 സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച ദേശീയ യാത്ര നൽകിയത്. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഡൽഹി, ഹരിയാന, കാശ്മീർ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, അസം, ഝാർഖണ്ഡ്, ബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് യാത്രാസംഘം സഞ്ചരിച്ചത്. നവംബർ 17-ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്ത യാത്ര ബീഹാർ കിഷൻഗഞ്ചിലെ ഗുർത്തുബ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കാദമിക് എക്സലൻസി ക്യാമ്പസ് ഓഡിറ്റോറിയത്തിലാണ് സമാപനം കുറിച്ചത്. ജമിയത്തുൽ കുത്തുബ തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റും ചന്ദേര മഹല്ല് ഖത്തീബുമായ സയ്യിദ് മുഹമ്മദ് ഷഫീഖ് തങ്ങൾ, ചന്ദേര മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് റഫീഖ് മാസ്റ്റർ, ജമിയത്തുൽ മുഅല്ലിമീൻ റേഞ്ച് ട്രഷറർ OT അബ്ദുൾ റഫ് മൗലവി, MTP യൂസഫ് ഹാജി, T അൻസാർ, MK ജംഷീർ, AG ജുബൈർ, MK മുഹമ്മദ് കുഞ്ഞി, VK റസാഖ്, കാരയിൽ ഇബ്രാഹിം, MK ഇസ്മയിൽ ഹാജി, TK സത്താർ ഹാജി, മുഹമ്മദ് മന്നാനി, TVP അബ്ദുൽ ഖാദർ, TV അസൈനാർ, OT സുബൈർ മൗലവി എന്നിവർ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നൽകിയ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ബന്ദടുക്ക ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടി മഹോത്സവം നടന്നു. പ്രധാന ചടങ്ങായ ഗുഹാപ്രവേശനം ഭക്തിയുടെ നിറവിൽ നടന്നു. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയായ ബന്ദടുക്കയിലെ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ഐതിഹ്യ സമ്പന്നമാണ്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ഷഷ്ടി മഹോത്സവം. ഈ വർഷത്തെ ഷഷ്ടി മഹോത്സവം ബ്രഹ്മശ്രീ ഇരവൽ കേശവതന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. പുലർച്ചെ നട തുറന്ന ശേഷം മഹാഗണപതി ഹോമം നടന്നു. ഉഷപൂജ, രാശിപൂജ, തുലാഭാരം എന്നിവയും നടന്നു. തുടർന്ന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ഗുഹാപ്രവേശനം നടന്നു. വ്രതശുദ്ധിയോടെ ഭക്തർ ഗുഹാപ്രവേശന ചടങ്ങിന്റെ ഭാഗമായി. ഒരിക്കൽ ഈ ഗുഹയിലൂടെ കടന്ന് മറുപുറം എത്തിച്ചേർന്നാൽ അതുവരെയുള്ള ദുഷ്കർമ്മഫലങ്ങൾ തീരുമെന്നാണ് വിശ്വാസം. തുടർന്ന് നവകാഭിഷേകം, മഹാപൂജ എന്നിവ നടന്നു. ഉച്ചയ്ക്ക് ശേഷവും വിവിധ വിശേഷാൽ പൂജകൾ നടന്നു. ഭക്തർക്ക് അന്നപ്രസാദവും നൽകി. DYFI ഹോസ്ദുർഗ് മേഖലാ കമ്മിറ്റി സ്മൃതി പുഷ്പം അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു. മുൻ സംസ്ഥാന സെക്രട്ടറി T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു.
ഡിവൈഎഫ്ഐ ഹോസ്ദുർഗ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി പുഷ്പൻ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. EMS ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ വന്നാൽ ആ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ MP രാഘവൻ ഒരിക്കൽ മുതലക്കുളം മൈതാനം, കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് EMS പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അല്പം വൈകിയാണ് MP രാഘവൻ വരുന്നത്. അപ്പോൾ MP രാഘവൻ വരുന്ന സമയത്ത് വലിയ കയ്യടിയും MBR സിന്ദാബാദ് MBR സിന്ദാബാദ് എന്ന മുദ്രാവാക്യം കേട്ടപ്പോൾ EMS പ്രസംഗം 5 മിനിറ്റ് നിർത്തിയിട്ട് പറഞ്ഞു, അയാൾ കൂടി വന്നോട്ടെ. അത്രയ്ക്ക് പോപ്പുലറായ നേതാവാണ്, ചെറിയ നേതാവല്ല, അത്രയ്ക്ക് പോപ്പുലറായ നേതാവ്. റോട്ടിൽ കൂടെ നടന്നു പോണ വഴിയിൽ നമ്മുടെ ചുണ്ടുതൊഴിലാളികളെ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ മുണ്ട് മുടക്കി കുത്തി ആരടാ എന്ന് ചോദിച്ച് അവരോടൊപ്പം നിൽക്കുന്ന ആളാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് പനമ്പള്ളി കോളേജിൽ പഠിക്കുന്ന കാലത്ത് മേലൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ RSSും അതേമാതിരി കോൺഗ്രസുമായി ഏറ്റുമുട്ടണം. നമ്മുടെ 4 ആളെ അവർ കൊന്നു. കൊലപാതകം തുടരുകയാണ്. 2-3 ആളുകളെ തിരിച്ചടിക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസിന് നഷ്ടമായി. സുബൻ നിലാങ്കര അധ്യക്ഷനായി. വി ഗിനീഷ്, VV രമേശൻ, PK നിഷാന്ത്, KV ജയപാൽ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സിദ്ധാർത്ഥ് രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ഗസൽ ഗായകൻ അലോഷിയുടെ ഗസൽ സന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നാഷണൽ യൂത്ത് ലീഗ് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സമാപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ യൂത്ത് ലീഗ് കാസർഗോഡ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ബേക്കൽ ഓക്സ് റെസിഡൻസിയിൽ നടന്നു. നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി ഉദ്ഘാടനം ചെയ്തു. നീണ്ട നിരവധി വർഷങ്ങൾക്കിടയിൽ നാഷണൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തനങ്ങളെ സജീവമാക്കുന്നതിന് വേണ്ടി നിരവധി തവണ കാസർഗോഡ് വന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും ഇതുപോലെ കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കുകയും ചെയ്ത് അങ്ങ് തിരുവനന്തപുരം ജില്ല വരെ 14 ജില്ലകളിലും ഞാനും എൻ്റെ പ്രിയപ്പെട്ട സഹഭാരവാഹികളും സഞ്ചരിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടങ്ങളിലും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സജീവത നിലനിർത്തിക്കൊണ്ടുവരിക എന്ന ഒരൊറ്റ ഉദ്ദേശം ലക്ഷ്യം വെച്ച് നിരവധി തവണ ആ പ്രയോഗം ആരംഭിച്ച് പാർട്ടിക്ക് ഏറ്റവും വളക്കൂറുള്ള ശക്തമായ കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് തന്നെ വീണ്ടും അതിന്റെ ഒരു തേരോട്ടം ഞങ്ങൾ നടത്താൻ തീരുമാനിക്കുകയാണ്. NYL ജില്ലാ പ്രസിഡന്റ് ഹനീഫ് PH അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫാദിൽ അമീൻ, സംസ്ഥാന ട്രഷറർ റഹീം ബെണ്ടിച്ചാൽ, സംസ്ഥാന സെക്രട്ടറി നാസർ കുറാറ, INL സംസ്ഥാന സെക്രട്ടറി MA ലത്തീഫ്, NLU സംസ്ഥാന സെക്രട്ടറി CMA ജലീൽ, INL ജില്ലാ പ്രസിഡന്റ് ഹമീദ് ഹാജി, ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം, NYN നേതാക്കളായ EL നാസിർ, അബൂബക്കർ പൂച്ചക്കാട്, സിദ്ദിഖ് ആരിക്കാടി, നൌഷാദ് വെള്ളേർ, സമീർ PA എന്നിവർ സംസാരിച്ചു. NYL ജില്ലാ ജനറൽ സെക്രട്ടറി ഷാഹിദ് CL സ്വാഗതവും സെക്രട്ടറി സിദ്ദിഖ് ചെങ്കള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രിസ്മസ് പുതുവത്സര അവധി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നാട്ടിലേക്കുള്ള മലയാളികളുടെ യാത്ര പ്രതിസന്ധിയിൽ. NA സുലൈമാന്റെ ഓർമ്മകളുടെ നിറവിൽ ആസിം വെളിമണ്ണയ്ക്ക് പുരസ്കാരം സമ്മാനിച്ചു. ഏവരും ഒത്തുകൂടിയ ചടങ്ങ് പ്രിയപ്പെട്ടവനുള്ള കാസർഗോഡിന്റെ സ്മരണാഞ്ജലിയായി മാറി. കാസർകോട്ടെ കുപ്രസിദ്ധ മോഷ്ടാവ് മീശ റൌഫ് പോലീസ് പിടിയിൽ. മോഷണ മുതലായ ബൈക്കുമായി മൊഗ്രലിലെ ക്വാർട്ടേഴ്സിൽ നിന്നുമാണ് റൌഫ് പിടിയിലായത്. അഗ്രികൾച്ചറൽ അസിസ്റ്റൻസ് അസോസിയേഷൻ കേരള ജില്ലാ സമ്മേളനം കാസർകോട്ട് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് നിഷാദ് PM ഉദ്ഘാടനം ചെയ്തു. ഷിറിയയിൽ മേൽപ്പാലം വേണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമാകുന്നു. ഗ്രാമീണ പ്രതിഷേധയാത്ര നടത്തി. കാസർകോട്ട് 59ാം അയ്യപ്പൻ തിരുവിളക്കുത്സവം ഡിസംബർ 11 മുതൽ 15 വരെ നടക്കും. ശിലാമയ പാണിപീഠവും നൂതന വെള്ളി ഛായാചിത്രം പ്രതിഷ്ഠയും നടക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.